അപ്പൊ ഒരു പ്രവാസി എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ശരിക്കും ഇത് ഒരു ആവശ്യമായിട്ടുള്ള ഇലക്ഷൻ റിസൾട്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്നാൽ ഇനി അങ്ങോട്ട് ബാക്കി വരാൻ കിടക്കുന്നേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര വ്യക്തമായ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചുകൊണ്ടാണ് കഴിഞ്ഞ രണ്ട് ടേമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന NDA തീരുമാനിച്ചിറങ്ങുന്നത്. അപ്പോൾ അതങ്ങനെയല്ല, കറക്ഷൻ ആവശ്യമായിട്ടുള്ള ഒരു സംഭവം ഉണ്ട് എന്നും കൂടി അറിയിക്കുന്ന രീതിയിൽ വോട്ടുകൾ വന്നു എന്നുള്ളതും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയിൽ ഭയങ്കര കറക്റ്റായിട്ടാണ് ആൾക്കാർ തീരുമാനിക്കുന്നത് എന്നുള്ളതും ഒക്കെ കാണിക്കുന്ന ഒന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ കേരളത്തിലൊക്കെ നമ്മൾ പറയുമ്പോൾ LDF ഇതുവരെയും ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ LDF ഒരു സീറ്റും ബാക്കി UDF NDA 2 സീറ്റിലും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മാറ്റങ്ങളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല ഇലക്ഷൻ റിസൾട്ട് എന്നുള്ളതും ഒക്കെ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന ഒന്നാണ് ശരിക്കും ഇന്നത്തെ ഇലക്ഷൻ റിസൾട്ട്സ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അപ്ഡേറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു, എല്ലാവരും അപ്ഡേറ്റ് ഇങ്ങനെ കേട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് പ്രത്യേകിച്ചും പ്രവാസി എന്നുള്ള രീതിയിൽ നമ്മൾ വേറൊരിടത്തു നിന്ന് കാണുമ്പോൾ ഇതിനൊരു പ്രത്യേക ഫീലാണ്. നമ്മൾ ആ ഉത്സവത്തിന്റെ ഇടയ്ക്കില്ലെങ്കിലും ആ ഉത്സവത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷ ഉണ്ടല്ലോ നമുക്ക്. എന്തായാലും ഒരു വൈകുന്നേരത്തോടുകൂടി ക്ലിയർ പിക്ചർ കിട്ടും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. വരട്ടെ, ഏറ്റവും നല്ല ആൾക്കാർ തന്നെ ജയിക്കട്ടെ. ഇത്തവണ അത് പ്രത്യേകമായിട്ട് കാണാനുണ്ട്. അത് പാർട്ടി ബേസ്ഡ് ആയിട്ടില്ല, ആൾക്കാരെ ബേസ് ചെയ്തിട്ടുള്ള വിജയങ്ങൾ ഒരുപാട് കാണാനുണ്ട്.